ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളത്തെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൽ നമ്മുടെ സുനന്ദയും അശ്വിനും കൂടെ നമ്മുടെ സുഭാഷിൻ്റെ, അതായത് ഭാസ്കറിൻ്റെ വീട്ടിൽ വിരുന്നിനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സുനന്ദ. പക്ഷേ ഈ പോക്ക് ഏത് ഗതിയിലാകും എന്നതോർത്ത് വേവലാതിപ്പെടുകയാണ് ആര്, നമ്മുടെ സുനന്ദയുടെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ. അപ്പം എന്തായി തീരും എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ സുനന്ദ ഓൾറെഡി ഒരു അഹങ്കാരഭാവത്തോടെയൊക്കെ തന്നെയാണ് അതിൻ്റെ നേരെ നമ്മുടെ ലളിതയുടെ അടുത്തും അതുപോലെ തലേൻ്റെ അടുത്തും നമ്മുടെ ഭാസ്കറിൻ്റെ അടുത്തൊക്കെ, ഭാസ്കറിനല്ല, നമ്മുടെ ഗംഗാധരൻ്റെ അടുത്തൊക്കെ പറയണേ ഞങ്ങളിങ്ങനെ വിരുന്നിന് പോകണമെന്ന്. അപ്പം ലളിതയ്ക്ക് ആകെ ടെൻഷനാണ്. എവൾ ഈ പോക്കൊക്കെ പോയി ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഭാസ്കരൻ എന്തെങ്കിലും അശ്വിൻ്റെ അടുത്ത് പറയുമോ, അങ്ങനെയൊക്കെയുള്ള പല ടെൻഷനും നമ്മുടെ ലളിതയ്ക്കും അവർക്കെല്ലാവർക്കും വരെയാണ്. അപ്പം പോണ്ടാന്നൊക്കെ താക്കീത് ചെയ്തുവെങ്കിലും സുനന്ദ കേൾക്കുമോ? കാരണം സ്വന്തം ഭർത്താവിൻ്റെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഇനി മറ്റാരെയും പെർമിഷൻ തനിക്ക് വേണ്ട എന്നുള്ളതാണ് സുനന്ദയുടെ നിലപാട്. അങ്ങനെ സുനന്ദ അശ്വിനും കൂടെ പോകാനായിട്ട് റെഡിയായപ്പോൾ അശ്വിൻ പറഞ്ഞു, നിങ്ങളാരും വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഗംഗാധരൻ ചാടിക്കയറി പറഞ്ഞു, അതെ, നമ്മൾ തമ്മിൽ, അവരും നമ്മളും തമ്മിൽ ചെറിയൊരു വസ്തുതർക്കത്തിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് അത്ര നല്ല ടേംസ് ഒന്നും അല്ല എന്നുള്ളത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അശ്വിൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഞങ്ങൾ മക്കളുകൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, വലിയവർ തമ്മിൽ പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലളിത പറഞ്ഞ്, ഇവിടെ അങ്ങനെയാണ്, നമ്മൾ തമ്മിൽ പിണക്കമാണെങ്കിലും ഇവളെപ്പോഴും അവരെ വീട്ടിൽ പോകാറുണ്ട് എന്നിങ്ങനെ ലളിത പറഞ്ഞു. സുനന്ദ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും അശ്വിൻ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം, അവർ ക്ഷണിച്ചതല്ലേ, അവർ കാത്തിരിക്കുകയായിരിക്കും എന്ന് കരുതിയിട്ട് അവർ രണ്ടുപേരും കൂടെ പോവാണ്. അങ്ങനെ സുനന്ദയും അശ്വിനും കൂടെ ചേർന്നിട്ട് നമ്മുടെ സുഭാഷിൻ്റെ വീട്ടിൽ പോവാണ്, വിരുന്നിനായിട്ട് പോവാണ്. അപ്പം അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. ആരൊക്കെയാണ്? സുഭാഷും സുധീഷും നമ്മുടെ നികേഷ്, ഹരീഷ്, അതുപോലെ നമ്മുടെ നിധി, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഭാസ്കരൻ അത്ര മൂടല്ലെങ്കിൽ കൂടി ഭാസ്കരൻ ഇങ്ങനെ ബീഡിയും വലിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പം പുറകുവശത്തു നിന്നൊരു വിളി, സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ സുനന്ദ പുറകുവശത്ത് അശ്വിനെയും കൂട്ടിക്കൊണ്ട് വന്നൊക്കെയാണ്. അപ്പം സുഭാഷ് ഓടി ചെന്നു, ഇതെന്താണ് വിരുന്നിന് വരുമ്പോൾ പുറകുവശത്തൂടെയാണ് ഓടി വരുന്നത്, പോയി മുൻവശത്തൂടെ വാ, ഞാനെപ്പോഴും ഇതിലല്ലേ സുഭാഷ് ഏട്ട വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ വേണ്ട, വിരുന്നിനായിട്ട് വരുമ്പോൾ രണ്ടുപേരും മുൻവശത്ത് നിന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സുഭാഷ് അവരെ നേരെ അങ്ങോട്ട് വിടുകയില്ല, ഫ്രണ്ടിൽ കൂടെ വരാൻ. അങ്ങനെ അവർ ഫ്രണ്ട് വഴി വന്നപ്പോഴേക്കും നമ്മളെ ഭാസ്കരൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭാസ്കരനെ കണ്ടപ്പോൾ സുനന്ദ ചെന്നിട്ട് പറഞ്ഞു, അമ്മാവ, ഇതാണ് അശ്വിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം സുഭാഷിന് ആകെ ടെൻഷനാണ്. ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും ഭാസ്കരനെങ്ങാനും മോശമായിട്ടൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ അന്യൊരു ആളല്ലേ അശ്വിൻ, അപ്പോൾ അതൊരു മോശമാകില്ലേ എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ സുഭാഷിനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. ഭാസ്കരൻ അപ്പം തന്നെ കയറി വാ മക്കളെ എന്ന് പറഞ്ഞ് അവരങ്ങ് സ്വീകരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷിനും അതുപോലെ നിധിക്കൊക്കെ വലിയ സന്തോഷം. കാരണം ഭാസ്കരൻ അങ്ങനെ ദേഷ്യപ്പെടാനായിട്ടൊന്നും നിന്നില്ലല്ലോ. അങ്ങനെ ആ രണ്ടുപേരെ സന്തോഷത്തോടെ അകത്തോട്ട് കയറ്റി കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും നമ്മുടെ സുനന്ദ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് സുഭാഷ് ഏട്ടൻ, ഇത് പിന്നെ സുധീഷ്, അതുപോലെ ഹരീഷ്, നികേഷ്, പിന്നെ ഇത് സുധീഷ് ഏട്ടൻ്റെ വൈഫാണ് പിന്നെ നിധി എന്നൊക്കെ പറയണം. എന്നിട്ട് പിന്നെ ഭാസ്കരൻ അമ്മാവനാണെന്നറിയാമല്ലോ. അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും സന്തോഷമൊക്കെ. പക്ഷേ പാവട്ടോ നമ്മുടെ സുഭാഷ് രണ്ടുപേരെ ഒരുമിച്ച് നോക്കിയിട്ട് അവൾക്ക് ചേർന്ന നല്ലൊരു ജോലിയും അതുപോലെ നല്ല സാമ്പത്തികവും ഒക്കെ ഉള്ളൊരു പയ്യൻ തന്നെയാണ് സുനന്ദയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിട്ട് സുഭാഷിന് സന്തോഷമേ ഉള്ളൂ. തനിക്ക് അവളെ നഷ്ടപ്പെട്ടു പോയെങ്കിലും നല്ലൊരു ഭാവി അല്ലെങ്കിൽ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ സുഭാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, വെള്ളം, മറ്റു സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് അവരെ സൽക്കരിക്കുകയാണ്. അപ്പോൾ
നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയും. അപ്പം അശ്വിൻ പറയും ഏയ് ഫുഡൊന്നും വേണ്ട, വെള്ളമൊക്കെ കുടിച്ചല്ലോ എന്ന് പറയും. അപ്പം സുഭാഷും സുധീഷൊക്കെ പറയും അയ്യോ അതൊന്നും പറ്റില്ല, നിങ്ങൾ വിരുന്നിന് വരുമെന്നും പറഞ്ഞ് ഇവിടെ ഒരുപാട് സ്പെഷ്യലായിട്ട് നല്ല രീതിയിലൊക്കെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സുനന്ദ പറയും അതെ നല്ല അടിപൊളി എക്സ്പേർട്ട് കുക്കാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ എന്ന് പറയും. അപ്പം നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ്റെ വിവാഹം ഇതുവരെ നടന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന്. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയും അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കല്യാണമൊക്കെ നോക്കി ഒത്തൊന്നും വന്നില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷാണ് അത് സുധീഷ് ചോദിക്കുന്നുണ്ട് അശ്വിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അശ്വിൻ പറയും ഇതെന്താ സുനന്ദ എന്നെക്കുറിച്ചാണെങ്കിൽ ഇതൊന്നും നീ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഭാസ്കരൻ പറയും അവളിവിടെ പറഞ്ഞാൽ അതിനൊന്നും അല്ലല്ലോ എന്ന്. അതിനൊന്നും അല്ലെന്നോ അശ്വിൻ ചോദിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇവളിവിടെ വരുന്നത്? അപ്പം തന്നെ നമ്മുടെ സുധീഷ് പറയും അവൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ട കറികൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിന്നാൻ വേണ്ടി അടുക്കള വശത്തൂടെ അവൾ വരും, അതും കഴിച്ചുകൊണ്ട് അവൾ എസ്കേപ്പ് ആവും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആ ഒരു മൈൻഡിൽ തമാശ പോലെ അതങ്ങ് എടുത്തേ ഉള്ളൂ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടി വാഴയിലേക്ക് എടുത്തു വെച്ചൊക്കെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി നല്ല രീതിയിൽ അവരെ സൽക്കരിക്കുകയാണ്. അപ്പം നിങ്ങളാരും ഇരിക്കുന്നില്ലേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമെന്ന് പറയുകയാണ്. അപ്പം സുഭാഷും സുധീഷൊക്കെ നിധിയൊക്കെ പറയും ഇല്ല നിങ്ങൾ കഴിക്കാൻ പറയും. അപ്പം നമ്മുടെ ഭാസ്കർ അങ്ങോട്ട് ഇടിച്ച് കയറിയിട്ട് ചെന്നിട്ട് പറയും അതെ മുതിർന്നവരിവിടെ നിൽക്കുകയല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യും ഒരല്ലേ എനിക്കും കൂടെ ഇട്ടുകൊള്ളാൻ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് മാറി നമ്മുടെ ഭാസ്കരനും കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ ഭാസ്കരൻ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി നല്ല രീതിയിൽ. അപ്പോൾ സുഭാഷിനാണെങ്കിലും ഒരു സന്തോഷമാവുകയാണ്. കാരണം ഭാസ്കരനാണെങ്കിലും ഒന്നും അവരെ സങ്കടപ്പെടുത്തുന്ന രീതിയിലോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ തന്നെ താൻ സ്നേഹിച്ച തൻ്റെ കാമുകി ഭർത്താവുമായിട്ട് വന്നിട്ട് അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ വയറ് നിറയുന്നതിനേക്കാൾ ഉപരി മനസ്സ് നിറഞ്ഞതാണ് സുനന്ദയ്ക്ക് ഏറ്റവും കൂടുതൽ സുഭാഷിന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കാര്യം ഇടയ്ക്കിടയ്ക്ക് സുനന്ദ സുഭാഷിനെ നോക്കുന്നുണ്ട്. തനിക്ക് എന്നേക്കുമായിട്ട് തൻ്റെ സുഭാഷ് ചേട്ടനെ നഷ്ടമായല്ലോ, ഇത് ഈ വീട്ടിൽ ചിലപ്പോൾ അവസാനത്തെ ഒരു വിരുന്നായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. ഇടയ്ക്ക് സുഭാഷിൻ്റെ മനസ്സിലും വരുന്നുണ്ട് അവൾക്ക് ഇനി എപ്പോഴെങ്കിലും ഞാൻ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണം വിളമ്പി കൊടുക്കാൻ എനിക്ക് കഴിയുമോ, ഇത് ചിലപ്പോൾ ഇനി അവസാനത്തെ ഒരു വിരുന്നാണോ എന്ന ചിന്ത സുഭാഷിനും പറയുന്നുണ്ട്. പാവം നിധിയും അതുപോലെ സുധീഷും ഒക്കെ ചിന്തിക്കുന്നുണ്ട് പാവം അവർക്ക് തമ്മിൽ ഒരുമിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. ഇതേ സമയം നമ്മുടെ ലളിതയ്ക്കൊക്കെ അവിടെ ഇരുന്ന് ആകെ വേവലാതിയാണ്. വേറൊന്നുമല്ല, ഇനി അവിടെ പോയി എന്തായി തീരും, ഇതോടുകൂടി അവളുടെ ഭാവി തീരുമോ, ഭാസ്കരൻ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ ആ പിള്ളേരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അശ്വിനെല്ലാം മനസ്സിലാക്കുമോ എന്നുള്ളൊരു തോന്നലൊക്കെ ഇവർക്ക് പറയണം. അപ്പം നമ്മുടെ തനയൻ പറയുന്നുണ്ട് ഇവൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണതാണ് നല്ലത്, ഇവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആദ്യമാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭാസ്കരൻ്റെ വീട്ടിൽ നിന്ന് അടിപൊളി വിരുന്നൊക്കെ കഴിച്ചിട്ട് അവരെല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് പോകാനായിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ സുനന്ദ അശ്വിനെ വിളിച്ചിട്ട് നേരെ ഭാസ്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് അമ്മാവ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഭാസ്കറിൻ്റെ കാൽക്കലൊക്കെ വീണ് തൊഴുത് അനുഗ്രഹം മേടിക്കണേ. അപ്പോൾ ഭാസ്കര ഒരു നിമിഷമൊന്നും പറഞ്ഞ് നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാവിധ ഭാഗ്യങ്ങളും നിനക്ക് ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ മോളെ എന്ന് പറയുന്നുണ്ട്. നീ നല്ലൊരു പെൺകുട്ടിയാണ്, നിനക്ക് എല്ലാ ഐശ്വര്യവും നിൻ്റെക്കും നിൻ്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് കരുതി പ്രാർത്ഥിച്ച് തന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറയാം. അങ്ങനെ അശ്വിനും സുനന്ദയും ഭാസ്കറിൻ്റെ കാൽക്കൽ വീണ അനുഗ്രഹമൊക്കെ മേടിച്ച് യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ നിധി പതുക്കെ സുധീഷിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ്. എന്നിട്ട് പറയാതെ അവർ വിരുന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, എന്ത് കൊടുക്കാൻ നിന്ന് സുധീഷ് ചോദിക്കും. അതെ എൻ്റെ ഒരു പട്ടുസാരി ഇരിപ്പുണ്ട്, ഉപയോഗിക്കാത്ത പുത്തനാ, അത് ഞാൻ സുനന്ദയ്ക്ക് കൊടുക്കാം. അങ്ങനെ വിരുന്നിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കും സുധീഷിൻ്റെ വല്ല ഷർട്ടും വല്ലതും ഉണ്ടോ? അപ്പോൾ പറയും എൻ്റെ ഷർട്ടൊന്നുമില്ല, ഒരു പുതിയ വാച്ച് ഇരിപ്പുണ്ട്, പക്ഷേ ഒത്തിരി വിലയുള്ളതൊന്നുമല്ല, അത് സാരമില്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലേ. അങ്ങനെ സുധീഷ് പോയി വാച്ച് എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ നിധി പറയും അതെ ഒരു മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സുനന്ദയ്ക്ക് സമ്മാനമായിട്ട് ആ പട്ടുസാരി കൊടുക്കുകയും സുധീഷ് അശ്വിന് ആ വാച്ച് കൊടുക്കും. വാച്ച് കൊടുക്കുമ്പോൾ പറയും ഒത്തിരി വില കൂടിയൊന്നും അല്ല കേട്ടോ, അത് സാരമില്ല ബ്രോ, നമുക്ക് ഗിഫ്റ്റ് തരുന്നതിലല്ലേ സന്തോഷം, വിലയിൽ എന്ത് കാര്യമെന്ന് അശ്വിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സന്തോഷത്തോടു
കൂടി അവിടെ നിന്ന് വിരുന്നൊക്കെ ഉണ്ട് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നല്ല ഹാപ്പിയൊക്കെ ആവുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമാവണത് നമ്മുടെ സുഭാഷിനാണ്. വേറൊന്നുമല്ല, സുഭാഷ് വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ സന്തോഷമായിട്ട് തന്നെ സുനന്ദയ്ക്ക് വിരുന്ന് കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലെത്തി രാത്രിയൊക്കെ ആവുകയാണ്. അപ്പോൾ സുനന്ദ റൂമിൽ ഇരുന്ന് ഒരുപാട് പല പല കാര്യങ്ങളും അവിടെ വീട്ടിൽ അവിടെ വിരുന്നിന് പോയതും സുഭാഷ് ഏട്ടൻ ഫുഡൊക്കെ വിളമ്പി നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിലാണ് സുഭാഷ് ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്ക് സെർവ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് സുനന്ദയ്ക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. താൻ എന്നേക്കുമായി ഇവിടെ നിന്ന് സുഭാഷ് ഏട്ടനെയൊക്കെ വിട്ട് നാളെ ഇവിടെ നിന്ന് പോവല്ലേ, ഇനി ആ വീട്ടിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും സുഭാഷ് ഏട്ടൻ്റെ ഫുഡ് കഴിക്കാൻ പറ്റുമോ, അങ്ങനെ പല ചിന്തകൾ സുനന്ദയുടെ മനസ്സിൽ വന്നിട്ട് സുനന്ദയ്ക്ക് പിടിച്ചു നിൽക്കാനാവാണ്ട് അങ്ങോട്ട് പൊട്ടിക്കരയുന്ന സീനാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അശ്വിൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നത്, എന്തു പറ്റിയുള്ളൂ, താൻ എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിക്കും. അപ്പോൾ തന്നെ സുനന്ദ മനസ്സിൽ ചുമ്മാ ഒരു പെട്ടെന്ന് വായി തോന്നുന്ന നമ്പർ അങ്ങ് ഇടയാണ്. അതൊന്നുമല്ല, ഇനി ഈ റൂമും എൻ്റെ നാടും ഒക്കെ എനിക്ക് നാളെ മുതൽ മിസ്സാവില്ല. ഇനി നാളെ മുതൽ പുതിയൊരു വീട്, പുതിയ ആൾക്കാർ, അങ്ങനെയൊക്കെ ആയി വരണമല്ലോ. അത് നോർത്ത് താൻ സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് അശ്വിൻ സമാധാനിപ്പിക്കുന്ന സീനൊക്കെയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. വീഡിയോ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മാത്രം പോരാ, ഒപ്പം തന്നെ ഒരു ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് എന്ത് കമൻസ് ആണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പം മറന്നു പോകണ്ട, നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലെ മഴ തോരും മുമ്പേ സീരിയൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേൾക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്ന ഈ ചാനലിൽ കാറ്റത്തെ കിളിക്കൂട്, 2 ചാനലിലും നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭരാത്രി പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.